അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. വോട്ടു കഥ. ഇന്നലെ വോട്ടെടുപ്പ് നടന്നതിൽ പ്രത്യേകതയുള്ള ഒരിടമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപം. 15 വർഷത്തിനിടയിൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ് ദ്വീപിലെ ഏക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ആൻഡമാനിലെ രംഗാത്തിൽ നിന്ന് ഇന്ന് രാവിലെ വോട്ടിംഗ് മെഷീനുകൾ പോർട്ട് ബ്ലെയറിലേക്ക്, അതാണല്ലോ അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ, അത് കൊണ്ടുപോകുന്നതിന് അതേ കപ്പലിൽ തന്നെ യാത്ര ചെയ്ത എഴുത്തുകാരിയായ ഇന്ദിര തുറവൂർ 24-നായി ആ ദൃശ്യങ്ങൾ പകർത്തി എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒറ്റ ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. മൊത്തം 3.15 ലക്ഷം വോട്ടർമാർ. ഇന്നലെ നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ദ്വീപിലെ 63.99% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണിത്. കോൺഗ്രസും BJPയും തമ്മിലാണ് കാലങ്ങളായി ആൻഡമാനിലെ പോരാട്ടം. സിറ്റിംഗ് MP-യായ കോൺഗ്രസിന്റെ കുൽദീപ് ശർമ്മയും BJPയുടെ ബിഷ്ണു പാഡറയും തമ്മിലായിരുന്നു മത്സരം. പല പോളിംഗ് സ്റ്റേഷനുകളും ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരുന്നു. കടൽ വഴിയും കാൽനടയായുമൊക്കെയാണ് പലരും പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ മെഷീനുകൾ രംഗാത്തിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് കപ്പലിലാണ് കൊണ്ടുപോയത്. ലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.